ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം ചെയ്യും മാറി മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് ചെയ്യാതിരിക്കാൻ കാരണമില്ല. ഈ ബിസിനസ് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. അഡീഷണൽ ഇൻകം വേണ്ടാത്ത ആളുകളില്ല. സമ്പന്നരിലേക്ക് നമുക്ക് പോകേണ്ട മതി, അതിസമ്പന്നരിലേക്ക് നമുക്ക് പോകണം. അവർക്ക് ബിസിനസ് ആവശ്യമില്ലല്ലോ. അവർ നിങ്ങൾ കസ്റ്റമർ ആക്കിപ്പോ. അവർ നിങ്ങൾ ചെയ്തോ, ഡൈനിങ് കൊടുത്തോ, മോറൽ ലൈഫ് കൊടുത്തോ, ഡയബലൈഫ് കൊടുത്തോ. നല്ല നല്ല പ്രോഡക്റ്റുകളിൽ അവർക്ക് കൊടുക്കാൻ അവർക്ക് വേണം. അവർക്ക് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നില്ല. മമ്മൂട്ടി വരെ സ്പൈറലിനെ പോലത്തെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. റൈറ്റ്. അപ്പൊ ഇങ്ങനത്തെ ഉൽപ്പന്നങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ അവർക്ക് കൊടുത്തോ. അല്ലാത്ത ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ അല്ലാത്ത ആളുകൾ ഒരു കാരണമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? വിശ്വാസത്തോടു കൂടി പറയുക. ഇവന്റെ കൂടെ നിന്നിട്ടില്ല എന്ത് ചെയ്യും? നഷ്ടമാണെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വാസം ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് വേണ്ട ബേസിക് നോളജ് നിങ്ങളുണ്ടാവും. നിങ്ങളുടെ വിശ്വാസം ചോർന്നു പോകുന്ന സ്ഥലം ഉണ്ടാവില്ലേ? ഹലോ, കളവ് പറയണം അല്ലെങ്കിൽ ഇല്ലാത്ത വിശ്വാസം ഉണ്ടാക്കി പറയണമെന്നല്ല പറഞ്ഞു. നിങ്ങൾക്ക് എവിടെയാ വിശ്വാസം കുറവ്? അത് നിങ്ങൾ അപ്ലാനിയോട് നിങ്ങൾ ഇംഗ്ലീഷിൽ ആൾ ചോദിച്ചു, അവർ പറഞ്ഞു തരും. ആ വിശ്വാസം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പാസ് ചെയ്യേണ്ടത് എന്താണ്? വിശ്വാസവും ഊർജ്ജമാണ്, എനർജിയാണ്. തുറന്ന് നടക്കുന്ന ആൾക്കാരൊന്നും ആരുണ്ടാവില്ല. ഹലോ, ആരുണ്ടാവില്ല. മുഴുവൻ എനർജറ്റിക് ആണെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാൻ ചെയ്യും. മടിയന് വരെ ഇഷ്ടമല്ല. ആര്? മടിയന് ഇഷ്ടമല്ല. പിന്നെയാണോ നല്ല ആൾക്കാർക്ക് ഉഴപ്പന് ഇഷ്ടമല്ല. അപ്പോ എന്താണ്? ഒരു എനർജി ഇല്ലാണ്ടിരിക്കണം. നമ്മളെല്ലാം ജനിക്കുമ്പോൾ ഓടി നടന്ന ആളാണോ? ഹലോ, ഓടി നടന്ന ആളാണോ? ഞാൻ അസുഖമുള്ളവരെല്ലാം ഉദ്ദേശിക്കുന്നുണ്ട. എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ ഓടി നടക്കുന്നുണ്ട. എനിക്ക് എതിർക്കാറ്റൊന്നും പോകുന്നുണ്ട. നമ്മളെ ജനിക്കുമ്പോൾ എല്ലാവരും എനർജിയുള്ള ആളുകളല്ലേ? ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആൾക്കാരല്ലേ? അല്ലേ? നമ്മളെ മക്കളെ നമ്മളിപ്പോ കാണുന്നില്ലേ ഓടി നടക്കുന്നത്? അതേപോലെ തന്നെയല്ലേ നമ്മൾ ജനിച്ചത്? യസോർമ്മ. ആ ഒരു സാധനമായിരുന്നു നമ്മൾ പല സാഹചര്യം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാ? മാറിയതല്ല. നമ്മളെ മാറ്റിയതാ. ഇവിടെ നമ്മൾ ഇനിയും മാറ്റാൻ പറ്റും, രൂപാന്തരപ്പെടാൻ സാധിക്കും. KFC എന്ന് ഒരു സാധനമായിട്ട് ഉണ്ടായത് എപ്പോഴും എത്ര വയസ്സിലാണ് അറിയോ? KFC എന്ന് ഒരു സ്ഥാപനം തുടങ്ങിയത്, അതിന്റെ ഓണർ തുടങ്ങിയത്, സക്സസ് ആവാൻ വേണ്ടി ആ ബ്രാൻഡ് തുടങ്ങിയ എത്ര വർഷത്തിലാണ്? ഏത് വയസ്സിലാണ്? അദ്ദേഹത്തിന് ഏത് വയസ്സിലാണ്? 60 വയസ്സിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? KFC എന്നൊരു സ്ഥാപനം തുടങ്ങുന്നത്. അപ്പൊ കഴിഞ്ഞ കാലം എന്തല്ല, കഴിഞ്ഞ പരാജയങ്ങൾ എന്തല്ല, കഴിഞ്ഞ പ്രശ്നങ്ങൾ എന്തല്ല, കഴിഞ്ഞ കാലത്ത് അനുഭവിച്ച പ്രതിസന്ധികൾ എന്തല്ല, ഒന്നും പ്രശ്നമല്ല. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്താവാൻ തീരുമാനിക്കുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ശക്തമായി പോകാൻ തയ്യാറാണെന്നുള്ളതാണ്. ശക്തമായ വിശ്വാസത്തോട് പോകാൻ തയ്യാറാണെന്നുള്ളതാണ്. ആളുകൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി എത്താത്തതുകൊണ്ടാണ്. ഞാൻ എന്റെ 15 കൊല്ലം ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി നന്നായിട്ട് പണിയെടുത്തു. പരമാവധി ശമ്പളം